ആരാത്? ഇന്ന് നമ്മുടെ പരിപാടി ബാക്ക് ടു സ്കൂളാണ്. നമ്മൾ നേരെ ലുലുവിലൊക്കെ വിട്ടത്. അങ്ങനെ ഒരുപാട് പരിശ്രമമൊക്കെ ഒടുവിൽ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടു. പിന്നെ ഈ ചിരിയൊന്നും കണക്കിലാക്കണ്ട, അത് കഴിഞ്ഞൊരു അംഗമായിരുന്നു അവിടെ. എന്നിട്ട് എന്റെ മനുഷ്യൻ നേരെ പോയി. പിന്നെ ട്രോളി ഒന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ തിരിച്ചു. പിന്നെ ഞാൻ എന്റെ അമ്മയുടെ പ്രധാനപടി ഇവളുടെ പുറകെ കിടന്ന് ഓടലായിരുന്നു. അവിടെ ഇനി ഓണൊക്കെ സ്ഥലങ്ങളില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ക്യൂട്ട് ചിരിയും ചിരിച്ചിട്ട് നമ്മളെ വന്ന് കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കും. പിന്നെ അടുത്ത ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ഉപകാരമായി. അവിടുത്തെ ഫ്ലോറൊക്കെ നല്ല വൃത്തിയാക്കി കൊടുത്തിട്ട് പിന്നെ ഇതിന്റെ യന്ത്രം എവിടെയാണോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞ് നമ്മൾ യന്ത്രം കണ്ടുപിടിച്ച് അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സാധനമൊക്കെ വാങ്ങി നേരെ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയി. ബർത്ത്ഡേ റീമിക്സ് എന്ന് പറയുന്നത് മാത്രം ഓർമ്മയുണ്ട്. ചേട്ടൻ ഐസ്ക്രീം ഒക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് തട്ടിപ്പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പോയിട്ടുണ്ടായിരുന്നു അത് പോകുന്നു. പക്ഷെ ചേട്ടൻ പക്ക പ്രൊഫഷണൽ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കോണിൽ വെച്ച് അതിന്റെ മണ്ടയ്ക്ക് വീണ്ടും ചേട്ടൻ എന്തൊക്കെയോ വാരിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയതും ക്യൂട്ട്നെസ് വാങ്ങിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഇതാണ് നമ്മുടെ ഡെലിവറി ഗേൾ. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ നീണ്ട ക്യൂവിൽ കാത്തു നിന്നൊന്നുണ്ടെന്നറിയില്ല, നമുക്ക് ഫ്രീ അയച്ച ഒരു ക്യൂട്ട് കൊച്ചിനെയും കിട്ടി. അങ്ങനെ അതിനെ പൊക്കി നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ കഴിച്ച് മാങ്ങയും പൈനാപ്പിളും ഒക്കെ കഴിച്ചിരുന്നു. അപ്പോൾ വഴക്കിൻ്റെ ആരംഭം തുടങ്ങിയിരുന്നു. നമ്മുടെ മെയിൻ ഉദ്ദേശം ബാക്ക് ടു സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടെ പോയിട്ട് കുറേ സാധനങ്ങൾ നോക്കി. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ലുലുവിനൊരു ബയ്യും പറഞ്ഞ് നമ്മൾ പോന്ന വഴിച്ച് ലുലുന്ന് വാങ്ങിയ സ്പ്രിംഗ് റോളും കഴിച്ച് നമ്മൾ നല്ല എൻജോയ് ചെയ്ത് നമ്മൾ നേരെ വിട്ടിട്ട് പോത്തീസിലേക്കാണ്. പോത്തീസിലേക്ക് ചെന്ന് ആടെ ചെന്നിട്ട് നമ്മൾ കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഷർട്ടും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പോത്തീസിന് ഒരു ബൈക്ക് പറഞ്ഞ ആടുത്ത് ഇറങ്ങി നേരെ നമ്മൾ വരുന്ന വഴിക്ക് കടലുണ്ടായിരുന്നു. അത് മേടിച്ച് അതും കഴിച്ചു. പിന്നെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഓടി ചാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ലേറ്റ് ആയിട്ടൊന്നും നോക്കിയില്ല. ഫ്ലൈറ്റ് വിളിച്ച് നമ്മൾ നേരെ വീട്ടിൽ വന്നു. അപ്പം അത്രയുള്ളൂ. ഓക്കെ, ബൈ.